ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയും. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. വെറും 15 മിനിറ്റ് മതി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് റാഗി ഉപയോഗിച്ചിട്ടാണ്. ഞാനിവിടെ 1 കപ്പ് മൂടൻ റാഗി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു 8 മണിക്കൂർ നേരത്തേക്ക് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ ഓവർനൈറ്റ് ആണ് കുതിർത്തെടുത്തിരിക്കുന്നത്. അതിലെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം മിക്സറിൻ്റെ ജാറിൽ ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതും 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഇത് ഇതുപോലെ സ്ട്രെയിനറിലൂടെ അരിച്ചെടുക്കാം. ഞാനിവിടെ വലിയ ഹോളുള്ള സ്ട്രെയിനറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ ആദ്യം നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഇത് മിക്സറിൻ്റെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. വീണ്ടും 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് വീണ്ടും അരിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിക്ക് 3 പ്രാവശ്യമായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ച് ഇതുപോലെ അരിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു റാഗിയിൽ നിന്നും മാക്സിമം പാല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദാ ആ ഒരു റാഗിയുടെയും തേങ്ങാപ്പാലിൻ്റെയൊക്കെ ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും കൂടി ചെറിയ ഹോളുള്ള സ്ട്രെയിനറിൽ കൂടെ അരിച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ തന്നെ ആ ഒരു റാഗിയുടെ പിണ്ടി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ സ്ട്രെയിനറിലൂടെ അല്ലെങ്കിൽ നേർത്ത തുണിയിലൂടെ അരിച്ചെടുക്കാവുന്നതാണ്. നമ്മളുടെ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടികട്ടിയായിട്ടുള്ള പാത്രത്തിൽ ഒഴിച്ച് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചോളൂ. ഇതുപോലെ നന്നായിട്ട് കട്ടിയായി വരുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയാൽ മതി. റാഗിയൊക്കെ നന്നായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ നോക്കൂ, ഇത് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. പാകത്തിന് കുക്കും ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ശർക്കരയിൽ അഴുക്കുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ശർക്കരയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കിയിട്ട് അരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ടിയായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പലഹാരത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ. വീണ്ടും നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. കുക്കിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഒരുപാട് ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഇത് നല്ലപോലെ തന്നെ കട്ടിയായിട്ട് ഇതുപോലെ വന്നു തുടങ്ങും. ആ ഒരു സമയത്ത് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് നേരത്തെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ സ്ട്രക്ചറൊക്കെ ഹോൾഡ് ചെയ്ത് പാനിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായിട്ട് വരുന്ന ആ ഒരു പാകം വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഇത് നെയ്യ് തടവി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഞാൻ ഈ പാത്രം നേരത്തെ നെയ്യ് തടവിയതാണ്. ആ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നെയ്യ് തടവിയ സ്പൂൺ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഒട്ടും പറ്റിപ്പിടിക്കാതെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പുറമേ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് ചൂടാറി സെറ്റാവാൻ വേണ്ടി വെച്ചാൽ മതി. ചൂടാറുമ്പോഴേക്ക് ഇത് പാകത്തിന് റെഡിയായി കിട്ടിക്കോളും. അരികുകളൊന്നും വിടിക്കേണ്ട ആവശ്യം പോലുമില്ല. ഈസി ആയിട്ട് നമുക്ക് ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാഗി ഉപയോഗിച്ചിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കാനായിട്ട് വെറും 15 മിനിറ്റേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. കുക്കിംഗ് വളരെ ഈസിയാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ്. ഒരു ജെല്ലി ടെക്സ്ചറിലാണ് ഇത് ഉണ്ടാകുക. സാധാരണ ഹൽവ പോലെ വലിയുന്ന ടൈപ്പല്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഹൽവ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയണേ.